അതുകൊണ്ടാണ് വീടുകളിൽ കൊന്ന ചെല്ലണം എന്ന് പറയുന്നത്. ഇതൊരു സംരക്ഷണത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പരിശുദ്ധ ലൂർദ് മാതാവ് ഒരു സംരക്ഷണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോ രഹസ്യങ്ങളിലും ഓരോ നിയോഗങ്ങൾ വെക്കണം. ആ നിയോഗങ്ങളിൽ രോഗികളെ സമർപ്പിക്കണം. ലൂർദ് മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോഗികളുടെ മധ്യസ്ഥയാണ്. ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് രോഗികളുടെ മധ്യസ്ഥയാണ്. കാരണം രോഗി ദിനമാണ് ഇന്ന്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് എല്ലാ രോഗികളെയും സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയും പ്രാർത്ഥിക്കാം. കാരണം പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമ്മോട് പറയുമ്പോൾ അതിലൂടെ രോഗികളെയും സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ജപമാല വീട്ടിൽ ചൊല്ലുമ്പോൾ ഓരോ രഹസ്യങ്ങളിലും പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആരെങ്കിലും രോഗീ സഹായം അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. പരിശുദ്ധ അമ്മ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കാണിക്കും.